சங்கீர்த்தனம் 34:1. நான் யெகோவாவை எல்லா காலத்தும் வாழ்த்தும். ദൈവത്തിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ആമേൻ. I will bless the Lord at all times. His praise, the Bible says, it shall continually be in my mouth. எக்காலத்தும் நான் ஸ்தோத்திரிப்பேன். கர்த்தரை நான் எக்காலத்தும் ஸ்தோத்திரிப்பேன். எப்போதும் அவர் துதி என் நாவின் மேல் இருக்கும். സ്തുതി. സങ്കീർത്തനക്കാരൻ എഴുതുന്ന വല്ലപ്പോഴും അല്ല ഞാൻ സ്തുതിക്കുന്നത്, എപ്പോഴും എപ്പോഴും സ്തുതിക്ക് വിശ്രാമമില്ല. നാവ് കർത്താവിൻ്റെ സ്തുതിയിൽ നിറഞ്ഞ് ജീവനോട് പിടയ്ക്കണം. ഞാൻ എല്ലാ കാലത്തും എൻ്റെ ജീവനായ ക്രിസ്തുവിനെ ഞാൻ സ്തുതിക്കും. എല്ലാ കാലത്തും എപ്പോഴും ദൈവത്തിൻ്റെ സ്തുതി എൻ്റെ നാവിൻ മേലിരിക്കും. പുതിയ നിയമഭാഗത്ത് ദശലോനിക്ക ലേഖനത്തിൽ ഒരു വസ്തുത കൂടെ 1 ദശലോനിക്കർ 5:18 പൗലോസ് എഴുതുന്നു, എല്ലാ കാലത്തും മാത്രമല്ല, എപ്പോഴും മാത്രമല്ല, എല്ലാറ്റിനും ഞാൻ സ്തുതിക്കും. ആമേൻ, ആമേൻ. In everything, എല്ലാറ്റിനും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. പ്രസംഗി 7:14, ഉൽപ്പത്തി 12 13 സങ്കീർത്തനം 1:2, സങ്കീർത്തനം 90:15, യോബ് 2:10, 2 തിമോത്തിയോസ് 4:2. കർത്താവിൻ്റെ ഭക്തന്മാർ മുഖാന്തരം ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ചില വചനങ്ങളുണ്ട്. ചിലപ്പോഴല്ല നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്, എല്ലാ കാലത്തും എപ്പോഴും എല്ലാറ്റിനും. ആമേൻ. ഞാൻ പറഞ്ഞ ഈ വചനങ്ങളിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, പ്രസംഗി എഴുതുന്നു, ഞാൻ അനർത്ഥ കാലത്തും എൻ്റെ ദൈവത്തെ സ്തുതിക്കും, സുഖകാലത്തും ദൈവത്തെ സ്തുതിക്കും. There are 2 variety points in my life, the day of adversity and the day of prosperity. அனர்த்த காலமும் உண்டு, சுக காலமும் உண்டு. தமிழ் வேதாகமம் சொல்லுகிறது, வாழ்ந்திருக்க ஒரு காலம், தாழ்ந்திருக்க ஒரு காலம். Up and down. There is up and down. My sister, there is up and down. My brother, in your life there is up and down. ഉയർച്ചയും ഉണ്ട്, താഴ്ചയും ഉണ്ട്. ഏത് അവസ്ഥ എങ്ങനെ വന്നാലും എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നത് എൻ്റെ നാവ് വിട്ട് മാറുകയില്ല. അനർത്ഥ കാലത്തും ഞാൻ സ്തുതിക്കും, സുഖകാലത്തും സ്തുതിക്കും. ആബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ, തൻ്റെ ജീവിത മുഖാന്തരം നമുക്ക് തെളിവ് പകരുന്നു. ഉൽപ്പത്തി 12:10, ഉൽപ്പത്തി 13 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ക്ഷാമത്തിൽ നിന്നിട്ടും ആബ്രഹാം യാഗപീഠം നിർമ്മിച്ച് ദൈവത്തെ സ്തുതിച്ച്
അടുത്ത അധ്യായം 13 വിശാലമായ ക്ഷേമത്തിൽ ദൈവം കൊണ്ടുവിട്ടിട്ടും അവിടെയും ആബ്രഹാം ഒരു യാഗപീഠം നിർമ്മിച്ച് ദൈവത്തെ സ്തുതിച്ചു. അർത്ഥം, ക്ഷാമത്തിലും ദൈവത്തെ സ്തുതിക്കും, ക്ഷേമത്തിലും ദൈവത്തെ സ്തുതിക്കും. അനർത്ഥത്തിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും, സുഖത്തിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. സങ്കീർത്തനം 1-2 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, രാവും പകലും ഞാൻ ദൈവത്തെ ധ്യാനിച്ച് സ്തുതിക്കും. ആമേൻ, ആമേൻ. Day and night, irrespective of any experience or calamity, my job is to praise Him. രാവും പകലും, രാത്രിയും പകലും. അതിൻ്റെ അർത്ഥം, കയ്പിലും മധുരത്തിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. ആമേൻ. അനർത്ഥത്തിലും സുഖത്തിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. ക്ഷാമത്തിലും ക്ഷേമത്തിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. രാത്രിയും പകലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. കയ്പിലും മധുരത്തിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. യോബ് തൻ്റെ ഭാര്യയെ പഠിപ്പിക്കുന്നു, നാം നന്മയിൽ മാത്രമല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്, തിന്മയിലും ദൈവത്തെ സ്തുതിക്കണം. യോബ് 2:10. നന്മയിലും തിന്മയിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. സങ്കീർത്തനക്കാരൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു 90:15, എൻ്റെ ക്ലേശത്തിലും എൻ്റെ സന്തോഷത്തിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. പുതിയ നിയമഭാഗം 2 തിമോത്തിയോസ് 4:2 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, സമയത്തും അസമയത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കും. ആമേൻ. സന്തോഷമാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയത്തും അസമയത്തും, അനർത്ഥത്തിലും സുഖത്തിലും, രാത്രിയും പകലും, ഉയർച്ചയിലും താഴ്ചയിലും, ദുഃഖത്തിലും ആനന്ദത്തിലും, എപ്പോഴും എൻ്റെ രാജാതി രാജാവിനെ ഞാൻ സ്തുതിച്ചു കൊണ്ടേയിരിക്കും. ആമേൻ, ആമേൻ. കാരണം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. പോരാ. സങ്കീർത്തനം 33:1, ദൈവത്തെ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. தேவனை துதித்து கொண்டே இருப்பது வசனம் சொல்லுகிறது செம்மையானவர்களுக்கு தகும். It is becoming. The praise, the sense of praise is becoming for the upright. നേരുള്ളവന്റെ യോഗ്യത ദൈവത്തെ സ്തുതിക്കുന്നത്. സ്തുതിക്കുന്നത് നേരുള്ളവന് ഉചിതമല്ലോ. നേരുള്ളവൻ അനർത്ഥത്തിലും സുഖത്തിലും കഷ്ടത്തിലും സുഭിക്ഷയിലും നന്മയിലും തിന്മയിലും ജനനത്തിലും മരണത്തിലും കയ്പിലും മധുരത്തിലും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവൻ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ദാവീദ് നേരുള്ളവൻ. അപ്പോസ്തലർ 13:22 ദാവീദ് നേരുള്ളവൻ, ആബ്രഹാം നേരുള്ളവൻ, പത്രോസ് നേരുള്ളവൻ, ദാനിയേൽ നേരുള്ളവൻ. ഈ 4 ആളുകളും ഏത് അവസ്ഥയിലും അവർ സ്തുതിച്ചുകൊണ്ട് ഇരുന്നതായി എൻ്റെ കൊച്ചു അറിവിന് ദൈവാത്മാവ് എന്നെ വെളിപ്പെടുത്തി പഠിപ്പിച്ചു. നീയും ദൈവ പൈതലേ, വരുന്നോ പോകുന്നുവോ, സൗഖ്യമോ വ്യാധിയോ, നമ്മുടെ ഏക ജോലി അവനെ സ്തുതിക്കുന്നതാണ്. റബ്ബ ജനശാലദം ധനദബ
ரக்காலதம் தனதபா. ஆமென், ஆமென், ஆமென். கிருப ஒழுகுன்னு, கிருப ஒழுகுன்னு, கிருப ஒழுகுன்னு, கிருப ஒழுகுன்னு சில വ്യക്തികളുടെ ഉള്ളിൽ നിന്ന് സർപ്പം, ഉള്ളിൽ നിന്ന് സർപ്പം വിട്ട് വെളിയേറുന്നത് ഞാൻ കാണുന്നു. യെസ്, നിന്നെ ഉറങ്ങ വിടാതെ, നിന്നെ വചനം വായിക്കാൻ വിടാതെ, നിന്നെ ജോലിക്ക് പോലും പോകാൻ വിടാതെ, നിന്നെ വീട് വിട്ടു പോലും പുറത്തിറങ്ങാൻ വിടാതെ അന്ധകാരത്തിൽ പൂട്ടിയിട്ട് നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന പഴയ പാമ്പുകൾ ആളുകളുടെ ഉള്ളിൽ നിന്ന് യേശുവിൻ നാമത്തിൽ പുറത്താകുന്നത് ഞാൻ കാണുന്നു. സ്തുതിച്ചാട്ടെ, 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 സ്തുതിച്ചാട്ടെ. സ്തുതിക്കുന്നത് നേരുള്ളവന് ഉചിതമല്ലോ. ഏത് അവസ്ഥയിലും നിന്റെ രീതി മാറുകയേയില്ല. നീ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ. ഒരുവൻ ദാവീദിനെ ശപിച്ചു. കുറച്ച് സ്ത്രീകൾ ദാവീദിനെ പുകഴ്ത്തി. ഒരു ഭാഗത്തിൽ സൗലിന്റെ കുലത്തിൽപ്പെട്ട ഒരു ഷിമായി എന്നുള്ള വിദ്വാൻ ദാവീദിനെ ശപിച്ചു. മറുചെവിയിൽ കുറച്ച് നേരായ സ്ത്രീകൾ ദാവീദിനെ പുകഴ്ത്തി വാഴ്ത്തി ഗീതം പാടി. ദാവീദിന്റെ ജീവിതത്തിൽ ഇത് രണ്ടും ഒരേപോലെ. ആമേൻ, ആമേൻ. എന്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഈ ദൈവം എന്നും ദൈവമാണ്. വേറെ ഒരുവൻ വരികയേയില്ല, വരുവാൻ കഴിയുകയുമില്ല. എബ്രായർ 13:8 പ്രകാരം, ജെരേമിയ 23:23 പ്രകാരം, മത്തായി സുവിശേഷം 28:20 പ്രകാരം, സങ്കീർത്തനം 39:7 പ്രകാരം, ആവർത്തനം 31:8 പ്രകാരം, മീക പ്രവചനം 5:2 നമ്മെ പഠിപ്പിക്കുന്നു, ഇവൻ പണ്ടേ ഉള്ളവൻ, ഈ ദൈവം എല്ലാ കാലത്തും ദൈവം. ഈസ് എ ഗോഡ് ഓഫ് ഓൾ ടൈം, എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്. ആകയാൽ ഉയർച്ചയോ താഴ്ചയോ നീ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടേയിരിക്കണം. ദാവീദിന്റെ ഒരു ചെവിയിൽ ശാപം കേട്ട്, ശാപവാക്കുകൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 2 സാമുവേൽ 16:11 രക്തപാതക, നീജ, നീ പോ പോ. സൗലിന്റെ കുലത്തിൽപ്പെട്ട ഒരു ശത്രു ദാവീദിനെ ശപിച്ചപ്പോൾ ദാവീദിന്റെ വിശ്വസ്തനായ അബിഷായി വന്ന് പറയും, ഇങ്ങനെ ഒരു യജമാനനെ ശപിക്കുന്ന ഞാൻ വെട്ടിക്കളയട്ടെ. ദാവീദ് പറഞ്ഞതോ, അരുത്, അവൻ ശപിക്കട്ടെ. അവനെ ശപിക്കുവാൻ ദൈവം വച്ചിരിക്കുന്നു. അവൻ ശപിക്കട്ടെ, അവനെ ഒന്നും ചെയ്യരുത്. അങ്ങനെ നാം അനുവദിച്ചാൽ ആ ശാപം ദൈവം തൻ്റെ തുലാസിൽ നിർത്തി അതിനെ അനുഗ്രഹമാക്കി ദൈവന്റെ ശിരസിൽ തരും. ആമേൻ, ആമേൻ. മറുഭാഗത്തിൽ കുറച്ച് സ്ത്രീകൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 1 സാമുവേൽ 18:7 ദാവീദിനെ അനുഗ്രഹിച്ചു വാഴ്ത്തുഗീതം പാടി. സൗൽ 1000 കൊന്ന്, ദാവീദ് എന്നുള്ള ഇടയച്ചെറുക്കനോ 10,000 കൊന്ന്. ഇത് വാഴ്ത്തുഗീതം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഇത് രണ്ടിനും ഒരേപോലെ പരുമാറ്റമാണ് ദാവീദ് കൽപ്പിച്ചത്. ആമേൻ. കാരണം ഉയർച്ചയിലും താഴ്ചയിലും
നമ്മുടെ പൊന്നു ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. ആമേൻ, ആമേൻ. രണ്ടാമത് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ആബ്രഹാം ഉൽപ്പത്തി 12, ഉൽപ്പത്തി 13 ക്ഷാമത്തിൻ്റെ അവസ്ഥയിൽ കടന്നുപോയവൻ 13 ക്ഷേമത്തിൻ്റെ അവസ്ഥയിൽ കൊണ്ട് വിട്ടിട്ടും രണ്ടും ആബ്രഹാം ഒരുപോലെ കണക്കെടുത്ത് രണ്ടിലും യാഗപീഠം നിർമ്മിച്ച് ദൈവത്തെ ആരാധിച്ചതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദാനിയേൽ വചനത്തിൻ്റെ തീഷ്ണത നിമിത്തം സിംഹക്കുകയിലായി. സിംഹത്തിൻ്റെ വായുടെ മുമ്പിൽ രാജാവ് കൊണ്ടുകിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. കൊണ്ടിട്ട രാജാവിൻ്റെ ഉറക്കം കെട്ട് ദാനിയേലോ സിംഹക്കുകയിൽ സുഖമാ കിടന്നു ഉറങ്ങി. ഒരേപോലെ കൊട്ടാരത്തിൽ കിടന്ന് ഉറങ്ങുന്ന അതേ സുഖം സിംഹക്കുകയിൽ കിടന്ന് ഉറങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം സൗകര്യം ഒരുക്കിക്കൊടുത്ത് തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായ ദൈവം അടച്ച്. ഒരേപോലെ കൊട്ടാരമും കുകയും ദാനിയേലിന് ഒരേപോലെ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 12 സബദിയുടെ മക്കളിൽ ഒരാളായ യാക്കോബിനെ ഹെറോദ് കിങ് തലവെട്ടി. ഇറ്റ് പ്ലീസ്ഡ് സൊസൈറ്റി. സമൂഹത്തിന് ഇത് സന്തോഷമായി. അടുത്തവൻ ചെയ്തത് കർത്താവിൻ്റെ കൺമണി പത്രോസിനെ കൈകളെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. പത്രോസിൻ്റെ ശരീരത്തെ ഡബിൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. ജയിലിൻ്റെ ഉൾത്തടവറയിൽ കൊണ്ടിട്ട് ഒരു ഭീകരനെ പോലെ പട്ടണത്തിലേക്ക് ചെല്ലുന്ന ഔട്ടർ ജയന്റ് അയൺ ഗേറ്റ് ഇരുമ്പ് വാതിൽ താളിട്ട് പൂട്ടി. രണ്ടാമത്തെ കാവലും ഒന്നാമത്തെ കാവലും ബന്ദോബസ്ത് ചെയ്ത് പൂട്ടി. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കാവലാളികളുടെ കൂട്ടം ജയിലിൻ്റെ ഗേറ്റിൽ അവൻ കൊണ്ടിട്ട് ഇത് ഇത്രയും പോരായെന്ന് 4 സേവകന്മാർ 4 കൂട്ടം 16 സേവകന്മാർ 6 മണിക്കൂർ ഒരു ടൈമിൽ 2 പേർ ഒരു ഭാഗം മറ്റ് 2 പേർ മറുഭാഗം 6 മണിക്കൂർ അങ്ങനെ 4 കൂട്ടത്തിൽ ഏൽപ്പിച്ചു. അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം. രാജ കൽപ്പിച്ചൊരു ഭീകരനെ കള്ളനെ പോലെ ദാവീദിന് പത്രോസിനെ ജയിലിലടച്ചപ്പോൾ പത്രോസിന് ഒരു കുലുക്കവുമില്ല. വീട്ടിൽ മക്കളുടെ കൂടെ കിടന്ന് ഉറങ്ങുന്നത് പോലെ ജയിലിൽ കിടന്ന് ഉറങ്ങിയതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആമേൻ. ഒരേ രീതി, ഉയർച്ചയിലും താഴ്ചയിലും ഒരേ രീതി. കാരണം ഉയർച്ചയിലും എൻ്റെ ദൈവം തന്നെയാണ് ദൈവം, എൻ്റെ താഴ്ചയിലും ഈ ദൈവം തന്നെയാണ് ദൈവം. ആമേൻ, ആമേൻ. ഇത് നാം എവിടെ നിന്ന് പഠിക്കാം? ഈ മർമ്മം നമ്മെ പഠിപ്പിക്കുന്നത് ആർ? നമ്മുടെ മാതൃക ക്രിസ്തു യേശു മാത്രം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന മധുരമും ക്രിസ്തുവിൻ്റെ 33 ആണ്ടുകാല ജീവിതത്തിൽ അനുഭവിച്ച മധുരമും കയ്പും കർത്താവ് കൈകാര്യം ചെയ്തത് അല്ലെങ്കിൽ നേരിട്ടത് അല്ലെങ്കിൽ പെരുമാറിയത് ഒരേപോലെ തൻ്റെ ചാർച്ചക്കാരൻ തൻ്റെ മിനിസ്ട്രിയുടെ മുമ്പിൽ പാത കൊടുക്കുവാൻ പിതാവാം ദൈവത്താൽ അയക്കപ്പെട്ട സ്നാപക യോഹന്നാൻ നീതിയുടെ സാക്ഷിയായപ്പോൾ ഹീറോഡ് രാജ കർത്താവിൻ്റെ അഭിഷക്തന് 2 ചേരിച്ചു. ശരീരത്തെ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്ത് കുളിച്ചിട്ട് തലയെ ഒരു താലന്തിൽ വെച്ച് ഒരു തട്ടിൽ വെച്ച് വേശ്യാസ്ത്രീയുടെ കയ്യിൽ കൊടുത്ത് ശിഷ്യന്മാർ വന്ന് യേശുവിൻ്റെ അടുക്കൽ ഈ വർത്തമാനം
പറഞ്ഞ് യേശുവോ അത് കേട്ടിട്ട് ഇങ്ങനെ ഒഴുകി നിർജ്ജന സ്ഥലത്ത് പോയി. ഒഴുകി, കർത്താവ് ഒഴുകി അത് കേട്ടെന്ന് പോലും ഭാവിക്കാതെ അതേ യേശു 5 അപ്പമും 2 മീനും കൊണ്ട് പുരുഷന്മാർ 5000 പേർ, ഒരു 20-25,000 മടങ്ങുന്ന ഒരു ജനസമൂഹത്തിന് സമൃദ്ധിയായി ഭക്ഷണം നൽകിയ ആ അത്ഭുത നായകൻ ക്രിസ്തു ജനം കണ്ട് അത്ഭുതപ്പെട്ട് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 6:15 they came and by force they wanted to make him as a king. ഒരു രാജാവാകുവാൻ അവർ നിർബന്ധിച്ചു. അവർ ഭാവിച്ചപ്പോൾ അതേ അവസ്ഥയിൽ സ്നാപക യോഹന്നാന്റെ മരണം കേട്ട അതേ മനസ്സിന്റെ അവസ്ഥയിൽ ഇവിടെയും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ ഒഴുകിപ്പോയി, അവൻ ഒഴുകി നിർജ്ജനമായ സ്ഥലത്ത് പോയി. സഹോദരങ്ങളെ, ഉയർച്ചയോ താഴ്ചയോ, കണ്ണുനീരോ സന്തോഷമോ, നന്മയോ തീമയോ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ആമേൻ, ആമേൻ. എന്തുകൊണ്ട് നാം സ്തുതിക്കണം? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 15-ാം വചനത്തിൽ സ്തുതി കൃപ നൽകും. ആമേൻ. സ്തുതി നമുക്ക് കൃപ നൽകും. വചനം വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു. 2 തിമോഥെയോസ് 2-ാം അധ്യായം 1-ാം വചനത്തിൽ ആ കൃപ നമുക്ക് ദൈവത്തിലുള്ള ബലം നൽകും. ആമേൻ. അതുകൊണ്ടാണ് 1 സാമുവേൽ 30-ാം അധ്യായം 4-ാം വചനത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ദാവീദ് ധൈര്യം മാത്രം നഷ്ടപ്പെട്ടില്ല, ദൈവത്തിലുള്ള ധൈര്യം മാത്രം നഷ്ടപ്പെട്ടില്ല. The Bible says David strengthened himself in the Lord. അവൻ കർത്താവിൽ ധൈര്യപ്പെട്ട്. നമ്മുടെ ശരീരം ക്ഷയിക്കും, നാള് ആകാക, വാർദ്ധക്യത്തിൽ ആകാക. 2 കൊരിന്ത്യർ 4:16 നമ്മുടെ ശരീരം ക്ഷയിക്കും. നാം ദൈവസ്തുതിയിൽ നിലനിന്നാൽ ശരീരം ക്ഷയിച്ചാലും അവിടെ ഒരു പ്രത്യാശയുടെ വാക്ക് പൗലോസ് എഴുതുന്നു, നമ്മുടെ ഉള്ള് പുതുക്കം പ്രാപിച്ചു കൊണ്ടേയിരിക്കും. ആമേൻ. മൂന്നാമത് നാം എന്തുകൊണ്ട് ഈ ദൈവത്തെ സ്തുതിക്കണം? വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വചനത്തിൽ നിങ്ങൾ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. ആമേൻ. We have been chosen to proclaim the excellency of God. നിങ്ങളെ വിളിച്ച് തിരഞ്ഞെടുത്ത് വീണ്ടെടുത്ത് കഴുകി ശുദ്ധീകരിച്ച് ആ ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, ഉയർത്തുവാൻ, സ്തുതിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. ആകയാൽ ഈ ദൈവത്തെ നീ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ആമേൻ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ
மீட்டின ஸ்தோத்திரம் இன்னும் என்னைக்கும். ஒன்று பைபிள் கையில் எடுக்கணும். ബൈബിൾ കയ്യിലെടുക്കണം. എടുത്ത ബൈബിൾ ഒന്ന് ഉയർത്തണം. ഈ ബൈബിൾ കൊണ്ടുവരാത്തവർ അടുത്ത ആരാധന മുതൽ നിർബന്ധമായി ബൈബിൾ കയ്യിൽ കൊണ്ടുവരണം. കാരണം എല്ലാം മാറുന്നു, ഇതിൽ ഒന്നും മാത്രം മാറ്റമില്ല. വേറെ അഭിപ്രായമുണ്ടോ? എല്ലാം മാറുന്നു. മന്ത്രി മാറും, ശാസ്ത്രം മാറും, ലോകം മാറും, സൂര്യൻ മാറും, ചന്ദ്രൻ മാറും, എല്ലാം മാറും. നമ്മുടെ പോപ്പിന്റെ സ്റ്റാൻഡ് വരെ മാറി. സ്തോത്രം പറയരുത് കേട്ടോ. ഞാൻ 40 വർഷമായി സുവിശേഷം അറിയിക്കുന്നു. പക്ഷെ സുന്ദർ സിംഗിന്റെ സ്റ്റാൻഡിൽ ഒരു വ്യത്യാസവുമില്ല. ഇവൻ തന്നെ സത്യം. ഇപ്പൊ പോപ്പ് മാറി. ഇത് തന്നെയാണ് ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. മാറ്റമില്ലാത്ത ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആമേൻ, ആമേൻ, ആമേൻ. ഇവൻ തന്നെയാണ് നമ്മുടെ എന്നേക്കുമുള്ള ദൈവം. ഉയർച്ചയിലും താഴ്ചയിലും ഈ വലിയവനാ ദൈവത്തെ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ശാപം ചെവിയിൽ വന്ന് വീണപ്പോഴും വാഴ്ത്തുകീടം ചെവിയിൽ വന്ന് വീണപ്പോഴും ദാവീദിന് ഒരേ ഭാവം. വീട്ടിൽ കിടന്ന് ഉറങ്ങിയതുപോലെ കള്ളനെപ്പോലെ പിടിച്ച് തടവറയിലിട്ട പത്രോസും കിടന്ന് ഉറങ്ങി. കാരണം സ്തുതിയുടെ മഹത്വമാണ്. ഉയർച്ചയിലും താഴ്ചയിലും വലിയവനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. നമുക്കൊന്ന് എഴുന്നേൽക്കാമോ? തീ ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു. ശരീരത്തിൽ നൂലും ചരടും കെട്ടിയിട്ട് വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പൊട്ടിച്ചു കളയുക, പൊട്ടിച്ചു കളയുക. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. വിഗ്രഹ സ്ഥലം കിറങ്ങുന്ന ഒരു സഹോദരി എൻ്റെ ഇടത് ഭാഗത്തുകൊണ്ട്. നിങ്ങളുടെ ഇടത് കാലിലെ കണ്ണ് താഴെ കണ്ണിലെ ഉള്ള മുഴ, ഓപ്പറേഷന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട മുഴ, ഇപ്പോൾ അത് അപ്രത്യക്ഷമാകുന്ന യേശുവിൻ നാമത്തിൽ. ടി 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 അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. അഭിഷേക തൈലം ഒഴുകുന്നു, ഒഴുകുന്നു. ആമേൻ. വീടുകളിൽ സമാധാനമില്ല, കുടുംബങ്ങളിൽ സമാധാനമില്ല. പോര്, തമ്മിൽ തമ്മിൽ പോര്, മയക്കുമരുന്ന്, മദ്യപാനം, രാഷ്ട്രീയ കൂത്ത്. ഓ ആമേൻ, ആമേൻ. സ്വർഗത്തിലെ ദിവ്യ സമാധാനം ഭവനങ്ങളിൽ വ്യാപരിക്കുന്നു. യേശുവിന് ജീവിതം ഏൽപ്പിച്ചു കൊടുത്താട്ടെ, യേശുവിന് ജീവിതം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ജോൺസൺ, ജോൺസൺ, ജോൺസൺ ജീവിതം ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ജീവിതം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഭവനങ്ങളിൽ കർത്താവിൻ്റെ കരം വ്യാപരിക്കുന്നു. ഒരു ശുദ്ധീകരണം, ഒരു ശുദ്ധീകരണം എല്ലാ വ്യക്തികളിലും, എല്ലാ വ്യക്തികളിലും. നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് കുറവ്? പണത്തിൻ്റെ കുറവോ, ജോലിയുടെ കുറവോ, സമാധാനത്തിൻ്റെ കുറവോ? ദൈവസന്നിധിയിൽ നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ. ബുദ്ധിയുടെ കുറവോ, ജ്ഞാനത്തിൻ്റെ കുറവോ, ഐക്യതയുടെ കുറവോ? അപ്പാ നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ. അഗ്നി, 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 അഭിഷേക അഗ്നി ഓരോ ആളുകളിലും, ഓരോ ആളുകളിലും. ആമേൻ, 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 ആമേൻ,
ஆமென். டி 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 ரபா ஜனஷாலதம் தனடபா. ஆமென். കുടുംബങ്ങളിൽ ഒരു ശുദ്ധീകരണം, കുടുംബങ്ങളിൽ ഒരു ശുദ്ധീകരണം, കുടുംബങ്ങളിൽ ശുദ്ധീകരണം. കർത്താവിൻ്റെ വചനം ഭവനങ്ങളിൽ വ്യാപരിക്കുന്നു, ഭവനങ്ങളിൽ വ്യാപരിക്കുന്നു. കുടുംബങ്ങൾ ശുദ്ധീകരണം. ആമേൻ, 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 ആമേൻ. കൊച്ചു കുഞ്ഞുങ്ങളിൽ കർത്താവ് മനസ്സലിയുന്നു. കൊച്ചു കുഞ്ഞുങ്ങളിൽ സ്കൂളിലേക്ക് കോളേജിൽ പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്ന അതിരാവിലെ ഉണർന്ന് ഉഷാറായി ദൈവസനിൽ കാത്തു നിൽക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളിൽ അപ്പൻ മനസ്സലിയുന്നു. യേശുവിൻ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ടി 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 റബ ജനശാലദന്ധനഡബ ടി 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 ടി. അഗ്നികൾ നിറയുവേൻ. നന്ദി, നന്ദി, നന്ദി. വൻകൃപയിലെന്നെ ഇന്നയോളം കാട്ട, വൻകൃപയിലെന്നെ ഇന്നയോളം കാട്ട. ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ഇരിക്കാം. ആരെ സ്തുതിക്കണം, ആര് സ്തുതിക്കണം, എങ്ങനെ സ്തുതിക്കണം പറയാമോ? സ്തുതിക്കണം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. 3 കോൺക്രീറ്റ് ഡോക്ടറിൻ ശ്രദ്ധിക്കണം. സഹോദരൻ നിന്റെ പരിപാടി നടക്കത്തില്ല. ആര് സ്തുതിക്കണം, എങ്ങനെ സ്തുതിക്കണം? നമ്പർ 1, ആര് സ്തുതിക്കണം? സങ്കീർത്തനം. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, നീ ആരെ സ്തുതിക്കണം. സങ്കീർത്തനം 71:6 ദേവഭക്തൻ എഴുതുന്നു, എൻ്റെ സ്തുതി എപ്പോഴും ദൈവമേ നിന്നെ കുറിച്ചാകുന്നു. ആമേൻ. നേരുള്ളവൻ ദൈവത്തെ സ്തുതിക്കണം. ദൈവമേ എൻ്റെ സ്തുതി എപ്പോഴും എല്ലാ കാലത്തിലും എല്ലാറ്റിനും ദൈവമേ അങ്ങേക്കുറിച്ചാകുന്ന. സങ്കീർത്തനം 71:6. എന്തിന് നാം ദൈവത്തെ സ്തുതിക്കണം? ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അതേ സങ്കീർത്തനം 71:19 ദൈവമേ നിന്നോട് തുല്യൻ ആർ? നികരറ്റ ദേവൻ. ഇവന് പകരം വേറൊരു ദൈവം ഇല്ലവേ ഇല്ല. ദൈവമേ അങ്ങേക്ക് തുല്യൻ ആർ?
അങ്ങേക്ക് തുല്യൻ അങ്ങ് മാത്രം. ഐസിയ പ്രവാചകൻ എഴുതുന്ന 45:5 വചനത്തില് കർത്താവ് അരുളി ചെയ്യുന്ന, ഞാൻ അല്ലാതെ നിനക്ക് വേറൊരു ദൈവം ഇല്ല. ആമേൻ, ഹല്ലേലൂയ. നികരറ്റ ദേവൻ, നിനക്ക് വേറൊരു ദൈവമില്ല, ഒരു തുല്യമും ഇല്ലാത്ത ദൈവം ഞാൻ. സങ്കീർത്തനക്കാരൻ എഴുതുന്നു, ആകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. നീ സ്തുതിക്കേണ്ടത് ദൈവത്തെ മാത്രം, തിരിയേക ദൈവത്തെ മാത്രം, സത്യ ദൈവത്തെ മാത്രം. ഒരേ ഒരു ദൈവം, ഏകൻ. എന്തിന് ദൈവത്തെ സ്തുതിക്കണം? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4, 5, 6, 7 വചനങ്ങളില് ഈ ദൈവം 2000 ആണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തു യേശു എന്നുള്ള ശരീരത്തിൽ, കൊലോസ്യർ 2:9 യഹോവ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ഒരു ദേഹരൂപത്തിലായി ഈ ഭൂമിയിൽ വന്നത്. എഫേസ്യ ലേഖനകർത്താവ് എഴുതുന്നു, ആ ക്രിസ്തുവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് എനിക്ക് ഉണ്ട്. ഹല്ലേലൂയ. വരുന്നില്ല, എന്നെ വീണ്ടെടുത്തവൻ. 1 രാജാക്കന്മാർ 8:46 നമ്മ പഠിപ്പിക്കുന്ന, പാപം, അക്രമം, അതിക്രമം ചെയ്യാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇല്ലല്ലോ. അവൻ സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ ആ പാപി, അക്രമി, അതിക്രമക്കാരൻ വീണ്ടെടുക്കപ്പെടണം. എന്നെ വീണ്ടെടുക്കുവാൻ, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന ഏക സത്യ ദൈവം, അവനെ ഞാൻ സ്തുതിക്കും. ആമേൻ. 53:6 നമ്മ പഠിപ്പിക്കുന്ന, ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന, എല്ലാവരുടെയും പാപം, യോഹന്നാൻ 1:29 ഭൂമിയിലുള്ള സർവ്വ ആളുകളുടെയും പാപം അവൻ തന്റെ തോളിൽ ചുമന്ന്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനം ഇല്ല. എബ്രായർ 9:22 പാപം ചുമന്നത് മാത്രമല്ല, അവൻ എനിക്ക് വേണ്ടി തന്റെ രക്തം ചൊരിഞ്ഞ് വീണ്ടെടുത്ത്. മർക്കോസ് സുവിശേഷം 10:45 നമ്മ പഠിപ്പിക്കുന്നു, എന്റെ അക്രമത്തിന്റെ, പാപത്തിന്റെ മറുവിലയായി ransom. The Bible says the blood of Jesus Christ became ransom. മറുവിലയായി, ക്രയമായി തന്റെ രക്തത്തെ അവൻ ഊറ്റിക്കൊടുത്ത്. പത്രോസ് തന്റെ ലേഖനത്തിൽ എഴുതുന്ന 1 പത്രോസ് 1:18-19 നിർദോഷമും നിഷ്കളങ്കമും വിലയേറിയതുമായ യേശുവിൻ്റെ രക്തം അവൻ ഊറ്റിക്കൊടുത്ത് തൻ്റെ ജീവന് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വിലയായി അവൻ നൽകി. ജീവൻ, രക്തം ചൊരിഞ്ഞ് എന്നാൽ അതിൻ്റെ അർത്ഥം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, തൻ്റെ ജീവൻ നൽകി. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിൽ. ലേവ്യ പുസ്തകം 17:11 നമ്മെ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യന്റെ മാംസത്തിന്റെ ജീവൻ രക്തത്തിൽ. ചുരുക്കി പറഞ്ഞാൽ ജീവൻ രക്തത്തിൽ. ആ ജീവൻ നമുക്ക് ഒഴുക്കി തന്നെ. സൃഷ്ടിയിൽ ഉൽപ്പത്തി 2:7 യഹോവ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ യഹോവ ദൈവം തന്റെ ജീവശ്വാസം ഊതി സൃഷ്ടിയിൽ അവൻ തന്നത് തന്റെ ശ്വാസം. വീണ്ടെടുപ്പിൽ അവൻ തന്നത് തന്റെ ജീവൻ.
ആകയാൽ ഞാൻ അവനെ സ്തുതിക്കും. ആകയാൽ ഈ ദൈവത്തെ ഞാൻ സ്തുതിക്കും. അവന് തുല്യമായി നിഗരില്ലാത്ത ദേവൻ. There is no substitute for my Christ. Therefore I will praise him. ആകയാൽ ഞാൻ സ്തുതിക്കും. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ ശരീരം, പ്രാണൻ, ആത്മാവിന് നരകത്തിൽ ഒഴുക്കി ഉപ്പിടുവാൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു പദ്ധതി സാത്താൻ ഒരുക്കിയപ്പോൾ അതിൽ നിന്ന് തന്റെ ജീവൻ നൽകി എന്റെ വീണ്ടെടുത്ത യേശു. ആകയാൽ ഞാൻ അവനെ സ്തുതിക്കും. ആമേൻ, ഹല്ലേലൂയ. മൂന്നാമത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വചനത്തിലെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. സർവത്തെയും ക്രിസ്തു യേശു തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. 7 വൻകരകൾ, 5 മഹാസമുദ്രം, ഉയരത്തിലെ സ്വർഗം, പരലോകം, ഭൂലോകം, അതിൻ്റെ താഴെ അധോലോകം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രക്കൂട്ടം, സർവത്തെയും. എബ്രായർ 1:3 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ഭയങ്കരനാകയാൽ ഞാൻ ആ ദൈവത്തെ സ്തുതിക്കും. വഹിക്കുന്നവൻ മാത്രമല്ല, ഇത്ര വലിയ പ്രപഞ്ചത്തിൽ ഒരു സ്ഥലം, a place of habitation for me, a boundary of habitation for me. അപ്പോസ്തലർ 17:24 ഒരു അതിര് വരച്ച് ഇത്ര വലിയ പ്രപഞ്ചം, 7 വൻകരകൾ, 5 മഹാസമുദ്രം, പരലോകം, ഭൂലോകം, അധോലോകം, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രക്കൂട്ടം, ഇതിൻ്റെ ഉള്ളിൽ ഒരു ബൗണ്ടറി, അതിര് അപ്പോസ്തലർ 17:24 എനിക്ക് വരച്ച് എന്നെയും ജീവിപ്പിക്കുന്ന മഹാകരുണയെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടേയിരിക്കണം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആക ദൈവത്തെ സ്തുതിക്കണം. മൂന്നാമത് ആര് സ്തുതിക്കണം? സങ്കീർത്തനം 71:6 നമ്മെ പഠിപ്പിക്കുന്നു. സ്തുതിക്കേണ്ടത് ദൈവത്തെ മാത്രം. അത് ആര് സ്തുതിക്കണം? സങ്കീർത്തനം 71:23 only the Bible says redeemed soul shall praise God. നീ വീണ്ടെടുത്ത, സങ്കീർത്തനക്കാരൻ എഴുതുന്നു, ദൈവമേ അങ്ങ് വീണ്ടെടുത്ത എൻ്റെ പ്രാണൻ അങ്ങയെ ഘോഷിച്ച് ആനന്ദിക്കും. വീണ്ടെടുത്ത പ്രാണൻ കള്ളുകുടിയനല്ല, മതഭ്രാന്തനല്ല, ദൈവങ്ങളെ ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കി വെച്ച് തൊഴുന്നവനല്ല, സത്യ ദൈവത്തെ അറിഞ്ഞവൻ, മഹാഭയങ്കര ദൈവം രക്തം ചൊരിഞ്ഞ് എന്നെ അക്രമത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശു ക്രിസ്തു എന്നുള്ള തച്ചൻ്റെ മകനായി ഈ ഭൂമിയിൽ വന്നത് എനിക്ക് വേണ്ടി എന്ന് സ്ട്രോങ്ങായി വിശ്വസിക്കുന്നവൻ, ഏവൻ എന്ത് പറഞ്ഞാലും ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം വിശ്വസിക്കുന്നവൻ, ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച പ്രാണൻ, വീണ്ടെടുപ്പ് പ്രാപിച്ചവൻ, യേശുവിൽ ആയവൻ, ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവൻ, കർത്താവിൻ്റെ വചനത്തിൽ അനുസരിക്കുന്നവൻ, പള്ളിയിലായവനല്ല, ക്രിസ്തുവിലായവൻ. സുവിശേഷം മുഖാന്തരം ജീവിതത്തിലെ ശൈലി മാറിയവൻ, അവന്റെ സ്തുതി ദൈവം അംഗീകരിക്കും. Only the Bible says only the redeemed soul shall praise me. സങ്കീർത്തനം 145:10 അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, ദൈവമേ നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും.
ஆமென். தமிழ் வேதாகமம் சொல்லுகிறது, உம்முடைய பரிசுத்தவான்கள் தேவனே உம்மை துதிக்க கடவார்கள். வீண்டெடுக்கப்பட்ட தெய்வ பைடல், വീണ്ടെടുത്ത ആളിൻ്റെ സ്വഭാവം എന്താണ്? ഒരു സെപ്പറേഷനിൽ നിന്ന് ഒരു റീസ്റ്റോറേഷൻ. ആമേൻ. അഗ്രമി ഐശ 59:2 ദൈവസന്നിധിയിൽ നിന്ന് ഭിന്നിക്കപ്പെടുന്ന പാപം ചെയ്ത അഗ്രമം, അഹങ്കാരം, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, that soul becomes enemy of God. അവൻ ഭിന്നിപ്പിക്കപ്പെടുന്നു, ദൈവസന്നിധിയിൽ നിന്ന് അവൻ ഭിന്നിപ്പിക്കപ്പെടുന്നു. ഭിന്നിപ്പിച്ചവന് ആ ശിക്ഷ സ്വന്തമായി യേശു ഏറ്റുവാങ്ങി നിന്നെ റെസ്റ്റോറേഷൻ, ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കപ്പെടുന്ന ദൈവത്തോട്, അതിൻ്റെ പേരാണ് വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പ് പ്രാപിച്ചവൻ അക്രമം വിട്ട്, ജഡീക ആനന്ദം വിട്ട്, ഇഹലോക ജഡീകം വിട്ട്, ഐഡികം ജഡീകം ഭൗതികം വിട്ട് ആത്മീകനായി മാറുന്നവൻ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവൻ, പ്രവേശിച്ച് ജീവിക്കുന്നവൻ ക്രിസ്തു മാത്രം മതി എന്ന അവന്റെ വാക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തവൻ, അവനാണ് റിഡീംഡ് സോൾ, വീണ്ടെടുക്കപ്പെട്ട പ്രാണൻ. വീണ്ടെടുക്കപ്പെട്ട വ്യക്തി ദൈവത്തെ സ്തുതിക്കണം. രണ്ടാമത്, ആരാണ് വീണ്ടെടുക്കപ്പെട്ട പ്രാണൻ, വീണ്ടെടുക്കപ്പെട്ട വ്യക്തി? ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാകുവാൻ ദൈവം യോഹന്നാൻ 1:12 അധികാരം കൊടുത്ത്, യഹോവ ദൈവത്തിന്റെ സ്വന്തം കുഞ്ഞുങ്ങളാണ് വീണ്ടെടുക്കപ്പെട്ട മക്കൾ. ആ ആളുകളുടെ കൺട്രോൾ ഇവടാരുടെയും കയ്യിലില്ല, ദൈവത്തിൻ്റെ സ്വന്തം കയ്യിലാണ്. മനസ്സിലായവർ കൈകളെ ഉയർത്തി കൈകളെ തട്ടണം. കൺട്രോൾ. ഒന്ന്, റിസ്റ്റോറേഷൻ, നഷ്ടപ്പെട്ട ദൈവത്തോടുള്ള സ്നേഹബന്ധം ക്രിസ്തു മുഖാന്തരം വീണ്ടെടുക്കപ്പെട്ടവൻ. രണ്ട്, കൺട്രോൾ. സങ്കീർത്തനക്കാരൻ എഴുതുന്നു, ദൈവമേ ഞാൻ അങ്ങയുടെ കൈക്ക് പിടിച്ചിരിക്കുന്നു എന്നല്ല. സങ്കീർത്തനം 73:23 ദൈവം എൻ്റെ വലം കൈക്ക് ദൈവം പിടിച്ചിരിക്കുന്നു. അപ്പൊ ഈ പിടി വിടത്തില്ല. നീ പിടിച്ചാൽ പിടി വിടും. ഓണം വന്നാൽ പിടി വിടും, ക്രിസ്മസ് വന്നാൽ പിടി വിടും, വീട് വിട്ട് വെളിയിൽ ഇറങ്ങിയാൽ നിന്റെ പിടി വിടും. എൻ്റെ ദൈവം നിന്നെ പിടിച്ചാൽ ഉണ്ടല്ലോ, ഏത് ഭരണം മാറിയാലും, നിന്റെ കഴുത്ത് തുണ്ട് ആയാലും നീ ക്രിസ്തുവിൽ തന്നെ നീ ഉറച്ചു നിൽക്കും. അതാണ് നീ പിടിക്കുന്നതിനും അവൻ നിന്നെ പിടിക്കുന്നതിനും തമ്മിലുള്ള വ്യത്യാസം. കൺട്രോൾ അവന്റെ കയ്യിൽ. അവനാണ് വീണ്ടെടുക്കപ്പെട്ടവൻ. കൺട്രോൾ അവന്റെ കയ്യിൽ. ഞാനല്ല കർത്താവിനെ പിടിച്ചിരിക്കുന്നത്, ബലവാൻ, യാക്കോബിന്റെ ബലവാൻ എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്ന. ആമേൻ. മേഘസ്തംഭം നിൽക്കുന്നയിടത്ത് ഇസ്രായേൽ ജനം പാളയമിറങ്ങും. മനസ്സിലായോ? അല്ലാതെ ഇസ്രായേൽ ജനം പാളയം ഇറങ്ങുന്ന സ്ഥലത്തിലല്ല മേഘസ്തംഭം വന്ന് ഇറങ്ങുന്നത്. നോ. എവിടെ മേഘസ്തംഭം വന്ന് ഇറങ്ങുന്നുവോ അവിടെ ഇസ്രായേൽ ജനം പാളയമിറങ്ങും. മേഘം കൂടാരത്തിന്മേൽ നിന്ന് പുറപ്പെടുന്നുവോ അപ്പോൾ അതുപ്രകാരം ഇസ്രായേൽ ജനം പുറപ്പെടും.
നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലാണ്. ആമേൻ. സംഖ്യ 9:17. നിന്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നവനല്ല ദൈവം, നീ ചെയ്യേണ്ടത് ഈ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം. ഇന്ന് ദൈവം മുന്നറിയിപ്പ് നൽകുന്നു. നീ പ്രസവിച്ചെൻ്റെ കുഞ്ഞുങ്ങളെ വീട്ടിലാക്കിയിട്ട് നീ ഒറ്റയ്ക്ക് കയ്യും വീശി വന്നിരിക്കുന്നില്ലേ? എൻ്റെ മക്കളോട് നീ ചെയ്യുന്ന ഏറ്റവും വലിയ ചതി. ദൈവത്തിൻ്റെ ക്രോധം ഇറങ്ങാതെ നോക്കിക്കോ. ഇത് 10 കോടി രൂപയ്ക്ക് കിട്ടുന്ന സമ്പത്തല്ല, വിലയേറിയ വസ്തു. ആമേൻ, ആമേൻ. മേഘസ്തംഭം പോകുന്ന റൂട്ടിൽ വേണം ഇസ്രായേൽ ജനം സഞ്ചരിക്കുവാൻ, അല്ലാതെ ഇസ്രായേൽ ജനം പോകുന്ന റൂട്ടിലല്ല മേഘസ്തംഭം പോകേണ്ടത്. കൺട്രോൾ കർത്താവിൻ്റെ കയ്യിൽ, റിസ്റ്റോറേഷൻ കർത്താവിൻ്റെ കയ്യിൽ. അവനാണ് വീണ്ടെടുക്കപ്പെട്ടവൻ. ഭൂമിയിൽ ഉള്ളത് അല്ല, ഉയരത്തിൽ ഉള്ളത് തന്നെ. ചിന്തിച്ചു കൊള്ളുക. അവനാണ് വീണ്ടെടുക്കപ്പെട്ടവൻ. ലൗകിക പുരുഷന്മാരുടെ നോട്ടം സങ്കീർത്തനം 17:14 ഈ ഭൂമിയിലെ ഓഹരി. ദൈവത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ഭക്തന്റെ നോട്ടം എബ്രായർ 9:15 നമ്മെ പഠിപ്പിക്കുന്ന സ്വർഗത്തിലെ നിത്യ അവകാശം. അതാണ് വീണ്ടെടുപ്പിന്റെ രഹസ്യം. അങ്ങനെ വീണ്ടെടുപ്പ് പ്രാപിച്ചവൻ ദൈവത്തെ സ്തുതിക്കണം. 4 സങ്കീർത്തനക്കാരൻ എഴുതുന്നു, സങ്കീർത്തനം 107:2 വീണ്ടെടുക്കപ്പെട്ടവൻ പറയും. The redeemed soul shall speak. ആമേൻ. എന്ത് പറയും? സിനിമ കഥ പറയും. സിനിമ കഥ. ഇന്ന് നിന്റെ മൊബൈൽ, വാട്സപ്പ് ഇന്ന് ക്ലീനാക്കണം. ഇന്ന് നീ ക്ലീനാക്കണം. പലരെയും വ്യക്തിപരമായി പിടിച്ച് ശാസിച്ച് ഞാൻ ക്ലീനാക്കിയിട്ടുണ്ട്. ദൈവക്രോധം ഇറങ്ങും മുമ്പ് നിന്റെ ജീവിതം നേരെയാകണം. അന്ത്യത്തോളം നാം അടുത്ത്. കഴിഞ്ഞ മാസം ചന്ദ്രൻ ചുവപ്പായി. ഇന്ന് ലോകത്തിലെ ഭൂരിഭാഗം ക്രിസ്ത്യാനികളെയും കൈയടക്കി വച്ചിരിക്കുന്ന കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ പോലും ചവിട്ടുമാറ്റി. ഇത് തന്നെയാണ് സുന്ദർ സിംഗ് 40 ആണ്ടുകളായി പ്രസ്താവിക്കുന്നത്. മാറാത്ത ഒരു ദൈവം, അവൻ നിന്നെ പിടിച്ച് നടത്തട്ടെ, നടത്തട്ടെ. ഇവൻ മാറുന്നില്ല. അങ്ങനെ വീണ്ടെടുപ്പ് പ്രാപിച്ചവൻ സങ്കീർത്തനം 107:2 അവൻ പറയും. He will speak. He will speak the testimony. നീ വാ തുറന്ന് പറയണം. യേശു അല്ലാതെ ഒരുവനും ദൈവത്തിൻ്റെ സ്ഥാനത്തിന് നോക്കരുത് എന്ന് പറയണം. കൂടിപ്പോയാൽ കാറിത്തുപ്പും. അത് ഭാഗ്യമാണ്, അത് ഭാഗ്യമാണ്, അത് നിനക്കൊരു അനുഗ്രഹമാണ്. യേശുവിൻ്റെ നാമം നിമിത്തം നിന്നെ അകറ്റി നിർത്തുമ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കണം, അത് നിനക്ക് ലഭിച്ച ഭാഗ്യമാണ്. വീണ്ടെടുക്കപ്പെട്ടവൻ പറയും. ഒന്നും പറയണ്ട. യേശു എന്ന് പറയുവാൻ കഴിയും. അതുമതി, അതുമതി. Redeemed soul shall speak. ഇങ്ങനെ 4 യോഗ്യതകൾ ഉള്ളവന്റെ സ്തോത്രം മാത്രമേ മുകളോട്ട് പോകുകയുള്ളൂ. മറ്റത് മടങ്ങി വരും. 450 1 രാജാക്കന്മാർ 18-ാം അധ്യായം 30-ാം വചനത്തിലെ 450 കള്ളപ്രവാചകന്മാർ രാവിലെ മുതൽ ഉച്ചവരെ തുള്ളി തുള്ളി സ്തോത്രം ചെയ്തു. To the high pitch of voice, അതിശക്തിയോട് സ്തുതിച്ച്. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു ഉത്തരവും വന്നില്ല. നടന്നത് അവർ പണിത് ഉയർത്തിയ യാഗപീഠം പൊളിഞ്ഞ് തകർന്ന്. The altar was broken.
ഒന്ന് രാജാക്കന്മാർ 18:30. വീണ്ടെടുക്കപ്പെട്ട കർത്താവിന്റെ കൺമണി, സത്യ സുവിശേഷത്തിന്റെ സാക്ഷി എലൈജ പ്രവാചകൻ ആ കാർമേൽ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ കയറി. തുള്ളിയില്ല, നിലവിളിച്ചില്ല. ഒരു ചുരുങ്ങിയ പ്രാർത്ഥന. ഒന്ന് രാജാക്കന്മാർ 18:37. ദൈവമേ, അങ്ങ് ദൈവം, ഞാൻ അങ്ങയുടെ ദാസൻ. അപ്പോൾ തീ ഇറങ്ങി. വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങളുടെ സ്തുതി അവിടെ എത്തും, നിശ്ചയമാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. நல்லவனே வல்லவனே பொன்னு காண்டனே அல்லல் தீர்க்க என்னும் வந்து சேர்த்திடும் என்னே. நல்லவனே வல்லவனே பொன்னு காண்டனே அல்லல் தீர்க்க என்னும் வந்து சேர்த்திடும் என்னே. തുല്യമില്ല മോടട്ടോട് വീണകളേണ്ടി, തുല്യമില്ല മോടട്ടോട് വീണകളേണ്ടി. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ. അഗ്നി 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 അഗ്നി. ആത്മാവിൽ നിറയുവേൻ, ആത്മാവിൽ നിറയുവേൻ, അഗ്നിയിൽ നിറയുവേൻ. കെട്ടുകൾ പൊട്ടുന്നു, ചങ്കലകൾ അഴിഞ്ഞ് വീഴുന്നു. മക്കളില്ലാത്ത ദൈവമക്കൾ വയറിലെ കരം പതിച്ച് നിലവിളിക്കുക, യേശുവേ, യേശുവേ, ഒരു പുതിയ സന്താനത്തെ എൻ്റെ വയറിൽ വയ്ക്കണമേ. Put a child on empty wombs, Lord. ആമേ. നിന്ദിക്കപ്പെട്ട ഗർഭങ്ങളിൽ ഇന്ന് ഒരു കുഞ്ഞിനെ വയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു. എന്നും ആസ്പത്രി, എന്നും ആസ്പത്രി, എന്നും ചികിത്സ, എന്നും വൈദ്യം. അങ്ങനെ ഉള്ള ആളുകളുടെ രോഗക്കിടക്ക അപ്പൻ മനസ്സലിഞ്ഞ് അവിടെ കിടക്ക മാറ്റിവിരിക്കണം. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. എത്ര പഠിച്ചിട്ടും, എത്ര ജോലി ഉണ്ടായിരുന്നിട്ടും, എത്ര പണമുണ്ടായിട്ടും, എത്ര സൗകര്യമുണ്ടായിട്ടും ഒരു സെറ്റിൽഡ് ലൈഫ് കുഞ്ഞുങ്ങൾക്കില്ല. ഒരു സെറ്റിൽഡ് ലൈഫ് അടുത്ത തലമുറയ്ക്ക് ഇല്ല. അത് മാറിപ്പോ. ഇവിടെ തലമുറയ്ക്ക് ഒരു സെറ്റിൽഡ് ലൈഫ് നൽകണം. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വീടില്ലാത്ത ദൈവമക്കൾ, അപ്പാ അവിടെ തുടയ്ക്കണം. സ്വന്തം ഒരു പാർപ്പിടമില്ലാതെ നരങ്ങി ജീവിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ സ്വർഗമേ മനസ്സലിയണം. അഗ്നി മഴ, അഭിഷേക നിറവ് ഓരോ ആളുകളിലും പോക്കി. എൻ്റെ പാപമെല്ലാം തൻ്റെയാകട്ടാൽ നീക്കി, എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ പോക്കി. എൻ്റെ പാപമെല്ലാം തൻ്റെയാകട്ടാൽ നീക്കി, എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കും തോറും സ്നേഹമെന്നിൽ, ആമേൻ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിക്കിടുന്നേ. ടീ 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 നിറച്ചതിനായി നന്ദി. സ്തുതിക്കണം.
സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ആരെ സ്തുതിക്കണം? ദൈവത്തെ സ്തുതിക്കണം. തിരിയേക ദൈവം, സത്യദൈവം, ദൈവത്തെ സ്തുതിക്കണം. ആരെ സ്തുതിക്കണം? 450 കള്ളപ്രവാചകന്മാർ സ്വരം ഉയർത്തി അതിശക്തിയോട് തുള്ളി നിലവിളിച്ചിട്ടും പോയത് അവരുടെ തലയാണ്. അറിയാമല്ലോ, ഒരു ഉത്തരവും കിട്ടിയില്ല. വീണ്ടെടുക്കപ്പെട്ടവൻ സ്തുതിക്കണം. ആര് വീണ്ടെടുക്കപ്പെട്ടവൻ എന്നുള്ള വ്യാഖ്യാനം നാം ശ്രദ്ധിച്ചു. ഇനി ഈ സ്തുതി എങ്ങനെയായിരിക്കണം? അതേ സങ്കീർത്തനം 71:14, ഞാൻ മേൽക്കുമേൽ ദൈവത്തെ സ്തുതിക്കാം. എവർ ഇൻക്രീസിംഗ്ലി ഐ വിൽ പ്രൈസ് ഗാഡ്. ആമേൻ. ഇരുന്ന് ഉറങ്ങിക്കൊള്ളണം. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. ദൈവജനമേ, മേൽക്കുമേൽ, എവർ മോർ ആൻഡ് മോർ. പുറമുറുക്കരുത്. വെറുതെ ചടങ്ങ് സ്തുതിയും നീ പറയരുത്. ആനന്ദത്തിൽ, ദുഃഖത്തിൽ, അനർത്ഥത്തിൽ, സുഖത്തിൽ, രാത്രി പകൽവേളയിൽ, നന്മ തിന്മകളിൽ, ക്ലേശത്തിൽ, ആനന്ദത്തിൽ, അസമയത്തും സമയത്തും നീ നിന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് പിറുപിറുക്കരുത്. സാധാരണ ചടങ്ങ് സ്തുതിയും നിന്നിൽ ആകരുത്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവ പൈതലെ, മേൽക്കുമേൽ. ആമേൻ, ആമേൻ. അരിഷ്ടത, തീവ്ര ദുഃഖം, കഷ്ടത, ഞെരുക്കം, ബുദ്ധിമുട്ട്, കടൻഭാരം, ലോണിൻ്റെ മേൽ ലോണ്, നാട് വിട്ട് ആത്മഹത്യക്ക് ഒരുങ്ങി, മക്കളില്ല, നിന്ദ, പരിഹാസം, എനിക്ക് മാത്രം എന്ത് എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നാലും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന വെറും സ്തുതിയല്ല, നീ മേൽക്കുമേൽ സ്തുതിക്കണം. 22 വർഷത്തിന് ശേഷം ദൈവം ഒരു മോളെ തന്ന്, മരിച്ചതിൻ്റെ ശരീരം, ഡെഡ് ബോഡി, ആസ്പത്രി ഡോക്ടർ എൻ്റെ കയ്യിലേൽപ്പിച്ചപ്പോൾ മറവ് ചെയ്തിട്ട് ഞാൻ പോയത് കൺവെൻഷൻ പ്രസംഗിക്കാൻ. അതേ നാൾ 3 ആണ്ട് കഴിഞ്ഞിട്ട് എനിക്കൊരു മോന ദൈവം തന്ന അന്നും സന്തോഷത്തിൽ മുങ്ങിയില്ല. അവൻ്റെ മുഖം കണ്ട് എൻ്റെ വണ്ടി നേരെ വിട്ടത് പ്ലാന്തോട്ടം കൺവെൻഷനിൽ പ്രസംഗിക്കാൻ. ഇത് രണ്ടും, ദുഃഖമും നിന്നെ താഴ്ത്തരുത്, സന്തോഷമും നിന്നെ മറക്കാൻ ചെയ്യരുത്. ക്രിസ്തുവിൽ ന്യൂട്രലായി നിൽക്കണം. ആമേൻ. ക്രിസ്തുവിൽ ന്യൂട്രലായി നിൽക്കണം. മേൽക്കുമേൽ, ഞാൻ മേൽക്കുമേൽ, ഈവൻ ഇൻ മൈ ഡിസ്ട്രസ് ഐ വിൽ പ്രൈസ് എവർ മോർ ആൻഡ് മോർ. നെരുക്കുമ്പോൾ, കഷ്ടത, പ്രശ്നം നെരുക്കുമ്പോൾ ഞാൻ മേൽക്കുമേൽ. നീതിമാൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ട് ജീവിച്ചവൻ, ദൈവഭക്തൻ, അവൻ്റെ തലയ്ക്ക് തന്നെ അടി വീണ്. 3 സ്നേഹിതന്മാർ പറഞ്ഞൊത്ത്, കം ഫ്രണ്ട്സ്, ലെറ്റ് us go and pity over him and comfort him. അവർ പറഞ്ഞു ഒത്ത് യോബുവിനെ ആശ്വസിപ്പിക്കുവാൻ വന്ന് ദൂരത്തിൽ നിന്ന് യോബിൻ്റെ ഷേപ്പ് മാറിയിരിക്കുന്നത് കണ്ട് ഓവെന്ന് നിലവിളിച്ചു.
സ്വന്ത വസ്ത്രം കീറി മണ്ണ് വാരി സ്വന്തം തലയ്ക്കെറിഞ്ഞ് പിന്നെ ഒന്നും മിണ്ടിയില്ല. 7 രാത്രി 7 പകൽ യോബിന് ഒട്ട് ദുഃഖമായി നിലത്തിരുന്ന് യോബ് പറയുന്നു, എൻ്റെ കണ്ണുകൾ മങ്ങി, എൻ്റെ ശരീരം ക്ഷയിച്ച്, എല്ലാവർക്കും ഞാനൊരു പാട്ടായി. ആ അവസ്ഥയിലും യോബ് പറയുന്നു, ദൈവമേ സ്തോത്രം, ദൈവമേ ഇത് നമുക്കൊരു പാഠം, ദൈവമേ അങ്ങേക്ക് സ്തോത്രം. യോബ് 1:20. ആ സ്തോത്രം പറഞ്ഞ് യോബുവിൻ്റെ സ്ഥിതി ദൈവം ഭേദം മാറ്റിക്കൊടുത്ത്, അവസ്ഥ മാറ്റിക്കൊടുത്ത്. ഇതാണ് നമ്മുടെ ദൈവം, ഇതാണ് നമ്മുടെ ദൈവം. യേശു കർത്താവ് എല്ലാറ്റിനും നമ്മുടെ മാതൃകയാണ്. 33 ആണ്ടുകളുടെ അവസാന 12 മണിക്കൂർ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, എല്ലാം അവൻ മുൻകൂർ കാണുന്നു. എന്താകും? തൻ്റെ രോമത്തെ പിടിച്ച് കീറും, തൻ്റെ മുതുകിൽ ഉളവുച്ചാലുകൾ പോലെ വരിയും, തൻ്റെ മുഖത്ത് തുപ്പം, ദാഹിക്കുന്ന പുളിച്ച വീഞ്ഞ് കൊടുത്ത് പരിഹസിക്കും, കണ്ണിനെ കെട്ടി നിന്ദിക്കും. എല്ലാം അവൻ മുൻകൂട്ടി കണ്ട്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഗെത്സമേൻ തോട്ടത്തിൻ്റെ പടിഞ്ഞാറ് ചരിവ്, നിലനിൽക്കുന്ന ഓലിവ് പർവ്വതം, മുമ്പിൽ ഇനി നടക്കാൻ പോകുന്ന സർവ്വ സംഭവങ്ങളും തമ്പുരാൻ യേശു മുൻകൂട്ടി കണ്ട്. അപ്പോൾ ഇനി 12 മണിക്കൂറേ ഉള്ളു. അപ്പോൾ മത്തായി 26:30 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, അവൻ സ്തോത്രം പാടി ഓലിയോ പർവ്വതത്തിലേക്ക് കടന്നുപോയി. മനസ്സിലായോ? ആ ഞെരുക്കപ്പെടുന്ന അവസ്ഥ, പഴച്ചാറ് പോലെ നെക്കി പിഴിയപ്പെടുന്ന അവസ്ഥയിലും യേശു സ്തോത്രം പാടി ഓലിവ് പർവ്വതത്തിലേക്ക് കടന്നുപോയി. ഈ ഓലിവ് പർവ്വതത്തിലാണ് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം സിനിമ കാണുന്നത് പോലെ അവൻ കണ്ട്. പ്രവചനം സക്കറിയ 14:4. ആ പ്രവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവം അവൻ കണ്ട്. എന്നെ ആശ്വസിപ്പിക്കുവാൻ ഇന്നാരുമില്ല. ഞാൻ 3.5 ആണ്ടുകാലം പിതാവിൻ്റെ മിനിസ്ട്രി ചെയ്തപ്പോൾ എന്നെ ഒന്ന് കാണുവാൻ ഞാൻ ആയിരുന്ന വീട്ടിൻ്റെ വാതിൽ വരെ ആളുകൾ വന്ന്, മർക്കോസ് 2-ാം അധ്യായത്തിൽ, എൻ്റെ ഒരു സ്പർശനം ഏൽക്കുവാൻ, ലൂക്കോസ് 8:42 ജനപ്രകാരം വന്ന് എന്നെ തിക്കി തിരക്കുകയായിരുന്നു. യോഹന്നാൻ 6 5 അപ്പം കൊണ്ട് ഏകദേശം 25,000 ആളുകളെ സമൃദ്ധിയായി പോഷിപ്പിച്ചപ്പോൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ജനപ്രവാഹം അവിടെ തിക്കുകയായിരുന്നു. ഇന്ന് സംഭവിക്കാൻ പോകുന്നു, ക്രൂസിൽ കൊണ്ട് തൂക്കിയപ്പോൾ അവിടെ ആരുമില്ല. കൂടെ ഉണ്ടായിരുന്നത് 2 പേർ. അത് 2 പേരും ക്രിമിനലുകളാണ്. ഐസ്യ 53:12 നമ്മെ പഠിപ്പിക്കുന്ന, അതിക്രമക്കാരോട് അവൻ എണ്ണപ്പെടുകയും ചെയ്യും. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 32-ാം വചനത്തിൽ, വലതുഭാഗത്ത് ഒരു കള്ളൻ, ഇടതുഭാഗത്ത് വേറൊരു കള്ളൻ. കർത്താവിൻ്റെ സ്പർശനം ഏൽക്കുവാൻ ജനം കർത്താവിനെ തിക്കുകയായിരുന്നു. അത് പണ്ട്. ഇന്നോ 2 പേർ, 2 കള്ളന്മാർ. കർത്താവ് മുൻകൂട്ടി കണ്ട്. ഇതേ ഓലിവ് പർവ്വതത്തിൽ സക്കറിയ 14:4 നമ്മെ പഠിപ്പിക്കുന്നു,
ഈ തകർക്കപ്പെട്ട കർത്താവിൻ്റെ പൊന്ന് കാലുകൾ പതിയും. ഇത് സംഭവിക്കും. അതവൻ മുൻകൂട്ടി കണ്ട് അവൻ്റെ കാല് ഇതേ പർവ്വതത്തിൽ അന്ന് പതിയുമ്പോൾ ഓലി പർവ്വതം രണ്ടായി പിളർന്നു പോകും. അതവൻ മുൻകൂട്ടി കണ്ട് അവൻ സ്തോത്രം പാടി. ആമേൻ. ഇപ്പൊ രണ്ട് കള്ളന്മാർ, ഒരു ഭാഗത്തൊരു കള്ളൻ, മറുഭാഗത്ത് മറ്റൊരു കള്ളൻ. ഇനി യേശു ഓലി പർവ്വതത്തിൽ വരുമ്പോൾ കൂടെ വരുന്നത് യൂദാ ലേഖനം 14-ാം വചനത്തിൽ 1000 പരിശുദ്ധ ദൈവമക്കൾ യേശുവോട് അപ്പം ഓലി പർവ്വതത്തിൽ വന്ന് ചവിട്ടും. ആകയാൽ എക്കാലത്തും സ്തുതിക്കുക, എപ്പോഴും സ്തുതിക്കുക, എല്ലാറ്റിനും സ്തുതിക്കുക. നമുക്ക് എഴുന്നേൽക്കാം. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ ഉയർത്തി കൈകളെ തട്ടി ശക്തിയോട് ശക്തിയോട് കേട്ട വചനം തള്ളിക്കളയരുതേ, തള്ളിക്കളയരുതേ. കേട്ട വചനം നീ തള്ളിക്കളയരുതേ. കേട്ട വചനം നീ കേൾക്കാത്തതുപോലിരിക്കരുതേ. മാറാത്തത് യേശുവിൻ്റെ വചനം മാത്രം. യേശുവേ, എൻ്റെ ഉള്ളിൽ വരണമേ, എൻ്റെ ഉള്ളിൽ വരണമേ. എല്ലാവരും 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 ശക്തിയോടെ ശക്തിയോടെ ബലമായി ആർപ്പിടുക, ആർപ്പിടുക. ദൈവ പൈതലേ, ആർപ്പിടുക, ആർപ്പിടുക. സത്യ ദൈവത്തെ സ്തുതിക്കുക, സത്യ ദൈവത്തെ സന്തോഷത്തോട് സ്തുതിക്കുക. എല്ലാവരും 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 കൈകൾ ഉയർത്തി കൈകളെ തട്ടി ബലമായി ബലമായി റബ ജനശാലധൻ ധനഡബ റഗാലധൻ ധനഡബ. സ്തുതിക്കണം, സ്തുതിക്കണം, സ്തുതിക്കണം. അലസതയിൽ നിൽക്കരുത്. എൻ്റെ കണ്ണ് മങ്ങി, എൻ്റെ ശരീരം ക്ഷയിച്ച് എങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. എൻ്റെ കണ്ണ് മങ്ങി, എൻ്റെ ശരീരം ക്ഷയിച്ച് നാട്ടിലുള്ളവർക്ക് ഞാനൊരു പാട്ടായി, എങ്കിലും സത്യ ദൈവത്തെ ഞാൻ സ്തുതിക്കും. ദൈവം കൈവിട്ടില്ല. രട്ടിയായി മടക്കി നൽകി, രട്ടിയായി മടക്കി നൽകി. വാ തുറക്കാം, വാ തുറക്കാം. ശക്തിയോടെ 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 ബലമായി 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 ബലമായി. ഈ ദൈവം തന്നെ എന്നും ദൈവം. He is a God of all time. ഈ ദൈവം തന്നെ എന്നും ദൈവം. പിടിച്ചുകൊള്ളുക, മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചുകൊള്ളുക. തെറ്റായി ഊതി പെരുപ്പിച്ച് കൂട്ടി കുറച്ച് തലമുറ തലമുറകളെ നരകത്തിൽ അയച്ച ആളുകൾ ഇന്ന് കാലുമാറുന്നു. പക്ഷേ എന്നും നിലനിൽക്കുന്ന ഏക മാർഗം, സത്യ മാർഗം ക്രിസ്തുവിൻ്റെ മാർഗമാണ്. ഈ വചനം മുറുകെ പിടിച്ചുകൊള്ളുക. ടി 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 ടി. യേശുവേ, നിലവിളിച്ചാട്ടെ. യേശുവേ, എൻ്റെ ഉള്ളിൽ വരണമേ, എൻ്റെ ഉള്ളിൽ വരണമേ, എൻ്റെ ഉള്ളിൽ പുതുക്കം തരണമേ, എൻ്റെ പ്രാണനിൽ പുതുക്കം തരണമേ. നിലവിളിച്ചാട്ടെ. ടി ടി
ടി ടി ടി ടി ടി ടി ടി ടി റബ ജനശാലദന്ധനഡബ റഗാലദന്ധനഡബ. തീ വ്യാപരിക്കുന്നു, തീ വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ഓരോ ആളുകളിലും, ഓരോ ആളുകളിലും, ഓരോ ആളുകളിലും. നന്ദി, 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 നന്ദി. വാ തുറന്ന് സ്തുതിക്കുക. നിന്റെ ഉള്ളിലെ ഉള്ള ആഗ്രഹം, നീതിയായുള്ള ആഗ്രഹം ദൈവസന്നിധിയിൽ പകരുക, പകരുക. ദൈവപൈതല് രോഗമുള്ള സ്ഥാനത്ത് കൈപതിച്ചു കൊള്ളുക. നിനക്ക് എവിടെ അത്ഭുതം, ഏത് കാര്യത്തിൽ അത്ഭുതം വേണമോ, സ്വർഗമേ കനിയണമേ. നീ പ്രാർത്ഥിക്കരുത്. കൈകൾ തട്ടണം, കൈകൾ തട്ടണം, കൈകൾ തട്ടണം. ആമേൻ, ആമേൻ, ആമേൻ. പോരാ, പോരാ. മാറാത്തവൻ ഏകൻ, ഏകൻ, ഏകൻ. നന്ദി, 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 നന്ദി. യേശുവേ നന്ദി, നന്ദി. വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക. റഷൻ ധനദബ ലഞ്ചന. കൃപ, 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 കൃപ. ആമേൻ, ആമേൻ. ഊമ വിഗ്രഹത്തിന്റെ മുമ്പിൽ, സിനിമാശാലയിൽ പുണ്യവാള സ്തുതി. നിന്നെ പഠിപ്പിച്ചവൻ ഏവൻ? ബൈബിൾ ഇല്ലാത്തവൻ ഇന്ന് ബൈബിൾ കയ്യിൽ തൂക്കണം. കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് രാജാതി രാജാവിനെ സ്തുതിക്കണം. ആമേൻ, 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 ആമേൻ. അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ തേജസ്. ഓ ആമേൻ. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. സ്വർഗം നിങ്ങൾക്കായി തുറക്കപ്പെടുന്നു. ആമേൻ, ആമേൻ. കൊണ്ടുവന്ന വ്യാധി യേശുവിൻ നാമത്തിൽ മാഞ്ഞിപ്പോ. ചില 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 ജഡിക ഉല്ലാസത്തോട് താല്പര്യപ്പെടുന്ന ചില ആളുകൾ, ജഡിക ഉല്ലാസത്തോട് അടിമപ്പെട്ട ആളുകൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ രക്തം ചെറിഞ്ഞപ്പോൾ വീണ്ടെടുക്കുന്നു, വീണ്ടെടുക്കുന്നു. ടീ 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 ടീ. ഇന്ന് ഇന്ന് അവൻ നിന്റെ പ്രാണനെ എടുത്താൽ നീ സ്വർഗത്തിൽ എത്തിച്ചേരുമോ? കൊണ്ടും കൊടുത്തും ഉത്സവം ആഘോഷിച്ചും ശാഖകളിൽ അംഗത്വമെടുത്തും ഇൻകിലാബ് വിളിച്ചും കൊടി ഉയർത്തിയും പൂക്കോലമിട്ടും തൊട്ടിലാടിയും ഇനി അടുത്ത് കർത്താവിനെ ഉണ്ണിയേശുവായി കാണുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കള്ള പള്ളിക്കാരന്മാരോട് കൂട്ടി നിൽക്കുന്ന ജഡസമൂഹമേ കൈവിടപ്പെടും, കൈവിടപ്പെടും. നിന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത് പള്ളി പണിയുവാൻ, പള്ളി പൊളിക്കുവാനല്ല. ടീ 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 ടീ. രണ്ടിൽ ഒന്ന്, രണ്ടിൽ ഒന്ന്. ഓലി പർവ്വതം രണ്ടായി പിളർന്നു പോകുന്നത് പോൽ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും സ്വർഗത്തിലെ ദൈവം തന്റെ സൃഷ്ടിയെ വേർതിരിച്ചതുപോലെ ഇന്ന് രണ്ടിൽ ഒന്ന് അഭിനയവും നാടകവും വച്ചു മതിയാക്കുക.
ஆமென், 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 ஆமென். அக்னி 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 ശുദ്ധീകരണം. യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം, യേശുവിന്റെ വചനത്താൽ ശുദ്ധീകരണം, യേശുവിന്റെ ശക്തിയാൽ രോഗവിടുതൽ, പാപമോചനം. ആമേൻ, 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 ആമേൻ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, പാട്ടൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെത്തുമേ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം പൂകുമ്പോ ആടിനാറുമ്പോ, ക്ഷാമം പൂകുമ്പോ ആടിനാറുമ്പോ, വാഴും രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും. രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും. ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. ക്യാൻസർ വ്യാധി യേശുവിൻ നാമത്തിൽ മാഞ്ഞിപ്പോ. കുഷ്ഠരോഗം യേശുവിൻ നാമത്തിൽ മാഞ്ഞിപ്പോ. ഡെങ്കു പനി യേശുവിൻ നാമത്തിൽ മാഞ്ഞിപ്പോ. BP, ഷുഗർ യേശുവിൻ നാമത്തിൽ മാഞ്ഞിപ്പോ. അനാവശ്യ ഭയം, കൂട്ടിക്കൊണ്ടിരിക്കുന്ന അനാവശ്യ ഭയം യേശുവിൻ നാമത്തിൽ മാഞ്ഞിപ്പോ. ടി 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 അഭിഷേക ടി. മാനവും മഹത്വവും കർത്താവിന്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.